Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ സൗണ്ട് ബാറിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു കിടിലൻ ഐറ്റമാണ്. ആദ്യം തന്നെ ഞാൻ ഇതിന്റെ വില പറയാം. 2199 രൂപയാണ് ഇതിന്റെ എക്സാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. PGT200 എന്ന് പറയുന്ന നമ്മുടെ കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 രൂപ ഡിസ്കൗണ്ട്. അപ്പോൾ ഇത് 1999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു സൗണ്ട് ബാർ വാങ്ങിക്കാൻ സാധിക്കും. ഇത് ആമസോണിലും ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കൂപ്പൺ കോഡ് അപ്ലൈ ആയി നിങ്ങൾക്ക് 1999 രൂപയ്ക്ക് തന്നെയാണ് ഈ ഒരു സൗണ്ട് ബാർ കിട്ടുക. സോ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെയൊക്കെ റേഞ്ചിൽ പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ സൗണ്ട് ബാർ കിട്ടും. എന്താണ് ഈ സൗണ്ട് ബാറിൻ്റെ പ്രത്യേകതകൾ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ ഒരു അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മുടെ ഈ ഒരു സൗണ്ട് ബാറിൻ്റെ. Molife Amplify 100 എന്ന് പറയുന്ന ഒരു സൗണ്ട് ബാറാണത്. അപ്പോൾ ഈ ഒരു സൗണ്ട് ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ബിൽറ്റ് ക്വാളിറ്റി നിങ്ങൾക്ക് കാണാം. ഒരു നല്ല ഡീസൻ്റായ ബിൽറ്റ് ക്വാളിറ്റിയുണ്ട്. മൊത്തത്തിലൊരു അടിപൊളി ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല. ഒരു പ്രീമിയം പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി ഒരു പ്രീമിയം ലുക്ക്, ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബിൽറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ ബിൽറ്റ് ക്വാളിറ്റി ഉള്ള ഒരു ഡിവൈസാണ്. ഫ്രണ്ടിലെ ഗ്രില്ല് നോക്കിയാൽ മെറ്റലാണ്, അപ്പോൾ ബാക്കിയുള്ളത് പ്ലാസ്റ്റിക്കും. ഓവറോൾ ബട്ട് നല്ല ഫിനിഷിൽ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് പവർ ഓൺ ആൻഡ് വോളിയം കൺട്രോൾ, അതാണ് നമ്മൾ ഫസ്റ്റ് ബട്ടൺ, വലിയ ബട്ടൺ കാണുന്നത്. അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടിക്ക് സൗണ്ടോട് കൂടി അത് ഓൺ ആവും. ഒപ്പം തന്നെ കേൾക്കാം ഹലോ മോലൈഫ് ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സൗണ്ടൊക്കെ കേൾക്കാം. ബ്ലൂടൂത്ത് വെച്ച് കണക്റ്റ് ആയി ഓട്ടോമാറ്റിക്കലി. ഓൾറെഡി നേരത്തെ കണക്ട് ചെയ്ത് വെച്ച ആ ഡിവൈസിലേക്ക് കണക്ട് ആവുന്നതിൻ്റെ കമാൻഡാണ് കേട്ടത്. സോ ഇത് ജസ്റ്റ് ഓൺ ചെയ്ത വഴിക്ക് തന്നെ ഫുള്ളായിട്ട് കണക്റ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. ഇതിനകത്ത് നമുക്ക് മോഡ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ മോഡിൽ അമർത്തിക്കൊണ്ട് നമുക്ക് ബ്ലൂടൂത്ത് മോഡിൽ നിന്ന് FM-ലേക്ക് മാറ്റാം. അതേപോലെ ലൈൻ ഇൻ മോഡ്, കേബിൾ കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ലൈനായിട്ട് മാറും. അതല്ലെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് മോഡും ലൈൻ ഇൻ മോഡും ഒക്കെ ഈ മോഡ് ബട്ടണിലൂടെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇതിൻ്റെ ബട്ടൺസും സിസ്റ്റവും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രീവിയസ് ബട്ടണുകളുണ്ട്, പൗസ് പ്ലേ ബട്ടൺ ഉണ്ട്. സോ ഓവറോൾ ഇതിൻ്റെ കൺട്രോൾസ് നിങ്ങൾ ഈ കാണുന്ന തരത്തിൽ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്തിടത്തോളം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമതിൻ്റെ പോർട്സ് ആൻഡ് ബട്ടൺസ് റിയർ സൈഡിൽ നിങ്ങൾക്ക് കാണാം. USB പോർട്സ് ഉണ്ട്, ചാർജിങ് പോർട്ട് ഉണ്ട്, അതേപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓക്സ് കേബിളിൻ്റെ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഏത് രീതി ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് പാട്ടുകൾ വെക്കാവുന്നതാണ്. സോ പാട്ടുകൾ വെക്കുക, സിനിമ കാണുക, ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. സോ ഇതൊരു കംപ്ലീറ്റ് ബ്ലൂടൂത്ത് 5 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബ്ലൂടൂത്ത് സൗണ്ട് ബാറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഒരു പോർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടു നടക്കാം. നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ചോട്ടിൽ തന്നെ വെക്കണമെന്നില്ല. നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്ത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാം. പോകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പാട്ട് കേൾക്കാം. അപ്പോൾ ഒരു നല്ല ബാറ്ററി ലൈഫ് ആണോ അല്ലേ? ഇതിന് ഒരു 8 മണിക്കൂറാണ് കമ്പനി ബാറ്ററി ലൈഫ് പറയുന്നത്. ബട്ട് രാവിലെ എനിക്ക് ഇത് കിട്ടിയത് ഒരു 11 മണിക്കാണ്. വൈകിട്ട് ഇപ്പോൾ ഒരു 7-8 മണി വരെയൊക്കെ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യണ്ടായി. അങ്ങനെ യൂസ് ചെയ്ത് നോക്കുമ്പോഴും ബാറ്ററി കഴിഞ്ഞത് ഓഫായിട്ടില്ല. ഇടയ്ക്ക് ഞാൻ കുറച്ച് നേരം നിർത്തിയെന്ന് തോന്നുന്നു. എന്തായാലും കമ്പനി പറയുന്നത് ഒട്ടും കുറവല്ല, ഒരു 6-7 മണിക്കൂർ 8 മണിക്കൂർ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ദിവസം ഫുള്ള് യൂസ് ചെയ്തിട്ടും ബാറ്ററി കഴിഞ്ഞ് ഓഫ് ആയിട്ടില്ല, ഞാൻ ചാർജ് ചെയ്തിട്ടുമില്ല. സോ ഓവറോൾ നല്ല ബാറ്ററി ലൈഫുള്ള ഒരു സൗണ്ട് ബാറാണ്. സോ ഒരു ദിവസം നിങ്ങൾ രാവിലെ ചാർജ് ചെയ്താൽ പിന്നെ വൈകുന്നേരം വരെ ചാർജ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ബേസിക്കലി നമുക്ക് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. നല്ല ബാറ്ററി ലൈഫും ഈ ഒരു സൗണ്ട് ബാറിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതൊരു കിട്ടിയ ഉടനെ ഉള്ളൊരു പെട്ടെന്നുള്ളൊരു റിവ്യൂ ആണ്. എന്തായാലും കുറച്ച് ദിവസമായിട്ടുള്ളൂ. കുറച്ചധികം ദിവസം യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചും കൂടി വിശദമായി യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രതാപ്ജി വ്ളോഗ് പോയി കണ്ടു നോക്കുക. ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മളവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എല്ലാ വ്ളോഗിനിടയിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ ഒരു അടിപൊളി ഐറ്റമാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 4 ഓപ്ഷൻസ്. ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു സ്പീക്കർ, 2 സബ്, റൈറ്റിൽ വീണ്ടും ഒരു സ്പീക്കർ. അപ്പോൾ ആ രീതിയിലാണ് പാസീവ് സബ് വൂഫർ 2 എണ്ണം ഉണ്ട്. ഓവറോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്പീക്കർ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു മീഡിയം സൗണ്ടൊക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് ഇതിനകത്ത് ഉറപ്പായിട്ടും കിട്ടും. എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ പാട്ടൊക്കെ വെക്കുമ്പോൾ ബ്ലൂടൂത്ത് മോഡായാലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടായാലും എങ്ങനെയായാലും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട്. ഇതിൻ്റെ പ്രൈസ് 2000 രൂപയാണെന്ന് ഓർമ്മ വേണം. ആ ഒരു പ്രൈസിന് കിട്ടാവുന്ന ഒരു ഗുഡ് ക്വാളിറ്റി സൗണ്ടാണ്.
ഒരു കൺഫ്യൂഷനും എനിക്ക് ആ കാര്യത്തിലില്ല. പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റി ഇതിനകത്തുണ്ട്. മറ്റു ചില സൗണ്ട് ബാറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴും കമ്പയറബിൾ ആയ ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണുള്ളത്. ഒട്ടും മോശമല്ലാത്തൊരു സൗണ്ട് ക്വാളിറ്റി. പക്ഷേ നമ്മൾ ഈ ഹോം തിയേറ്ററിലൊക്കെ നമ്മൾ ഈ ഒരു 5 സൗണ്ടും 7.1 സൗണ്ടും ഒക്കെ കേട്ട് ആ ഒരു ലെവലിലുള്ള സൗണ്ട് ക്വാളിറ്റി പ്രതീക്ഷിക്കരുത്. ഇത് ഫ്രണ്ടിൽ മാത്രം വെക്കാൻ കഴിയുന്ന ഒരു സാധാ സൗണ്ട് ബാറാണ്. ഇതിന് എക്സ്ട്രാ വേറെ സബ് ബൂഫറോ അല്ലെങ്കിൽ വേറെ സൗണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ ബാക്കിലൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ഒരു സ്റ്റീരിയോ സെറ്റപ്പ് തരാൻ കഴിയുന്ന അത്തരത്തിലുള്ള സംവിധാനമൊന്നുമില്ല. 2000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധാ സ്പീക്കറാണ്, ഒരു സാധാ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ബട്ട് ആ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് വർത്തായ ഒരു സെറ്റപ്പാണ്. ഇതിൻ്റെ ഒപ്പം വരുന്ന കേബിൾസ് എന്ന് പറയുന്നത് ഒരു ഓക്സ് കേബിളും ഒരു ചാർജിങ് കേബിളുമാണ്. നോർമലി വേറെ ഒരു എക്സ്ട്രാ ഐറ്റംസും ഇല്ല. നിങ്ങൾ റിമോട്ടോ അല്ലെങ്കിൽ HDMI പോർട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അതൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. റിമോട്ട്സ് ഒന്നും വരുന്നില്ല. ഒരു ബേസിക് സൗണ്ട് ബാർ, 2000 രൂപയുടെ സൗണ്ട് ബാറാണെന്ന് ഓർക്കണം. ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത അടിപൊളി സെറ്റപ്പ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഇത്തരത്തിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ അല്ലെങ്കിൽ ഇത്തരം സൗണ്ട് ബാറിൽ വരുമ്പോൾ മാക്സിമം സൗണ്ടിലേക്ക് വെച്ച് ഫുൾ ഔട്ട്നെസ് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ വൈബ്രേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്, ഒരു ചെറിയ ഡിസ്ട്രോഷൻ മാക്സിമം സൗണ്ടിൽ. അത്തരത്തിലുള്ള ഒരു ചെറിയ സംഭവം ഇതിനകത്തും വരുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തിയാൽ അത് യൂഷ്വലി എല്ലാ അത്തരത്തിലുള്ള കോമ്പാറ്റബിളായ സ്പീക്കറുകളിൽ വരുന്ന ഒരു സംഭവമാണ്. ഒരു മാക്സിമം ലൗഡ്നെസ് വെക്കുമ്പോൾ സത്യത്തിൽ നോർമലി എനിക്ക് ഇതിനകത്ത് ആ ഒരു മാക്സിമം സൗണ്ട് ഒരു കാരണവശാലും എൻ്റെ ഈ ഒരു റൂമിലെ ഹോളിനകത്ത് വെക്കേണ്ടി വന്നിട്ടില്ല. ഒരു 50 to 70 വെക്കുമ്പോഴേക്കും തന്നെ സഫീഷ്യൻ്റ്ലി ലൗഡാണ്. അതിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു മാക്സിമം ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ ഡിസ്ട്രോഷനൊക്കെ നമുക്ക് കാണുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അത്തരത്തിലൊരു ഭയങ്കര ലൗഡായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ബാർ എന്തായാലും പോരാതെ വരും. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും സെറ്റപ്പ് നോക്കുന്നതായിരിക്കും നല്ലത്. ഒരു ബേസിക് സൗണ്ട് ബാറിൻ്റെ ഒരു യൂസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റി നമുക്ക് തരും. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം മാത്രമാണ് എനിക്ക് ഇതിനകത്ത് ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ ഒരു പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളൂ. ബട്ട് അതർ ദാൻ വേറെ ഒരു കുഴപ്പവും ഈ ഒരു സൗണ്ട് ബാറിനെ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഇത്രയും ദിവസത്തെ യൂസിനകത്ത് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള മറ്റ് സ്പെക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഓൺ സ്ക്രീനിൽ കാണാം. അപ്പോൾ എന്തായാലും ഇതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓവറോൾ നല്ല ബിൽഡ്, നല്ല ക്വാളിറ്റി, ഈസി കൺട്രോൾ, നല്ല കണക്ടിവിറ്റി സംവിധാനങ്ങൾ, ഓവറോൾ ഈ ഒരു പ്രൈസിന് വർത്തായ ഒരു ബ്ലൂടൂത്ത് സൗണ്ട് ബാർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്സ് കണക്ടിവിറ്റി പോലുള്ള സംവിധാനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. സോ ആലോചിക്കുക, നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കുക. പ്രൈസ് എത്രയേ ഉള്ളൂ, ഈ ഒരു വിലയ്ക്ക് നല്ലതാണെന്ന് ഞാൻ പറയുന്നു. ബട്ട് ലോങ് ടൈം യൂസ്ഡ് റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ് ചാനലിൽ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ അവിടെ ഷെയർ ചെയ്യും. എന്തായാലും ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു സ്പെക്കും ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. PGT200 എന്ന് പറയുന്ന ഒരു കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 200 രൂപ ഡിസ്കൗണ്ട് കിട്ടും. ആമസോണിലാണെങ്കിൽ നിങ്ങളുടെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യേണ്ടി വരില്ല. നിങ്ങൾ പർച്ചേസ് ചെയ്ത് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു 200 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ബേസിക്കലി ഇത് 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. സോ അത്രയുമാണ് ഈ ഒരു സൗണ്ട് ബാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.